ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്ന് വന്നിരിക്കുന്നത് കോവക്ക മെഴുക്ക് പുരട്ടിയുടെ റെസിപ്പിയുമായിട്ടാണ്. വളരെ എളുപ്പമാണ് തയ്യാറാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ അതങ്ങനെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കാണാം. കോവക്ക മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാനായിട്ട് കോവക്ക നന്നായിട്ട് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. കോവക്ക എടുക്കുമ്പോൾ പഴുത്തു പോവാത്ത പച്ച കളറിലുള്ള കോവക്ക തന്നെ എടുക്കാൻ നോക്കുക. കോവക്ക മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് ഒരു പാത്രം അടുപ്പിൽ വെക്കാം. പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം 1 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ജീരകം ചേർത്ത് കൊടുക്കാം. കടുകും ജീരകവും നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് വെളുത്തുള്ളിയാണ്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഉള്ളിയാണ്. വലിയ ഉള്ളിയാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. മീഡിയം സൈസിലുള്ള വലിയ ഉള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ്. ഉള്ളി ചേർത്തതിന് ശേഷം നന്നായിട്ട് വഴറ്റി കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതേ അളവിൽ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പൊടികളെല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 3 വറ്റൽമുളക് ക്രഷ് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കോവക്ക ചേർത്ത് കൊടുക്കാം. കോവക്ക ഇതുപോലെ അരിഞ്ഞെടുത്ത് വേവിച്ചെടുക്കുകയാണെങ്കിൽ വേഗം തന്നെ വേവിച്ചെടുക്കാൻ പറ്റും. കട്ടി കൂടുതലായിട്ട് നമ്മൾ അരിഞ്ഞെടുക്കുകയാണെങ്കിൽ കൂടുതൽ സമയം വേണ്ടിവരും വേവിച്ചെടുക്കാനായിട്ട്. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അടുക്കി പിടിക്കും. വെള്ളം ഒട്ടും തന്നെ ചേർക്കാതെയാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. കോവക്ക കഴിക്കുന്നത് കൊണ്ട് ബ്ലഡിലെ ഷുഗർ ലെവൽ കുറയുമെന്ന് പറയപ്പെടുന്നു. കിട്ടുകയാണെങ്കിൽ ദിവസവും കഴിക്കാം കേട്ടോ. 1 ടീസ്പൂൺ അളവിൽ പെരുംജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. പെരുംജീരകം പൊടിച്ചത് ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെക്കാം. തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അടച്ചു വെക്കാനായിട്ട്. അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വേവിച്ചെടുക്കാൻ പറ്റും. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചിരകിയത് 1/4 കപ്പ് അളവിൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ കോവക്ക മെഴുക്ക് പുരട്ടി പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ കഴിഞ്ഞു. ഇത് ചോറിനും ചപ്പാത്തിക്കും കൂട്ടിക്കഴിക്കാനായിട്ട് നല്ല കോമ്പിനേഷനാണ്. നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അഥവാ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളെ അടുത്ത ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പിയായി വരുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.